കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം ഒരർത്ഥത്തിൽ വിജയം കണ്ടു എന്ന് തന്നെ പറയാം. ആശാ വർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്ത് കേരള എംപിമാരുടെ പ്രതിഷേധമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ആശാ വർക്കർമാർക്ക് വേതന വർധനവ് കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആശമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പുനഃക്രമീകരിച്ച് നൽകണമെന്നും ഒരു മാസക്കാലമായി തുടരുന്ന സമരം അവസാനിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ച് ആശാ വർക്കേഴ്സിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF എംപിമാർ പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ശൂന്യവേളയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ സംസാരിച്ചത് ആശാ വർക്കേഴ്സിന്റെ പരാതികളായി. KC വേണുഗോപാലും ശശി തരൂറും കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനും MK രാഘവനും VK ശ്രീകണ്ഠനും ഫ്രാൻസിസ് ജോർജും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചു. വടകര MP ഷാഫി പറമ്പിലിന്റെ പ്രസംഗമായിരുന്നു കൂടുതൽ ശ്രദ്ധേയമായത്. ഒരു വിഷയം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം അതേപ്പറ്റി പഠിച്ചു എന്നതിൽ മാത്രമല്ല ഷാഫിയുടെ മികവ്, അത് അവതരിപ്പിക്കുന്നതിലെ അസാമാന്യ മിടുക്കും ഷാഫിയെ മറ്റു എംപിമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. നാമമാത്രമായ ഓണറേറിയം നൽകുകയും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നും ഷാഫി പറയുന്നു. രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ആശമാരെ പറ്റിക്കുകയാണ്. കേന്ദ്രം ഫണ്ട് തന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുമ്പോൾ കേന്ദ്രം പറയുന്നത് 1 രൂപ പോലും കുടിശ്ശികയായി നൽകാനില്ല എന്നതാണ്. കേരളത്തിന് നൽകേണ്ടുന്ന വിഹിതം കൃത്യമായും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ സംസാരിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ പറഞ്ഞിരിക്കുന്നു. വേതനം വർദ്ധിപ്പിക്കുമെന്നുള്ള ഉറപ്പ് കേന്ദ്രം നൽകുമ്പോൾ ഈ വിഷയത്തിൽ ആരാണ് കള്ളക്കളി നടത്തുന്നത് എന്നതാണ് കേരളം അറിയേണ്ടത്. കേരള നിയമസഭയിൽ കേന്ദ്ര വിഹിതം കിട്ടിയില്ല എന്ന് കേരളത്തിലെ മന്ത്രിമാർ ആവർത്തിച്ചു പറയുമ്പോൾ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി പറയുന്നത് ഒരു കുടിശ്ശികയും ബാക്കിയില്ല എന്നതാണ്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാനാണ് KV തോമസിനെ പോലുള്ളവരെ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്ക് നൽകിയിരുത്തിയിരിക്കുന്നത്. ഇതിലും ഭേദം വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. അവിടെയാണ് ഷാഫി പറമ്പിലും അതുപോലെ മറ്റു എംപിമാരും ഈ നേട്ടം കേരളത്തിന് വേണ്ടി വാങ്ങിയെടുത്തത്.